ഇന്നൊരു വെയിലും വെളിച്ചൊക്കെ കാണാണ്ട തിരുമ്പാളൊക്കെ തന്നെ തിരുമ്പിടണം. കുഞ്ഞുമോനൊന്ന് വിളിച്ചോക്കട്ടെ. ഏതായാലും കുഞ്ഞോള് വരുന്നല്ലേ, അപ്പൊ പിന്നെ ഓളൊന്ന് വന്നോട്ടെ. ഹലോ, എന്താ പണി? എന്നാലേ ഇന്ന് ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് പോരട്ടാ, കുഞ്ഞോള് വരുന്നുണ്ട്. ഓള് ഇന്ന് രാവിലെ വിളിച്ചിട്ടറിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. കൊറേ ആയാലും ഇപ്പോള് വന്നിട്ട്, എന്തായാലും ഇപ്പൊ 2 മാസത്തിന്റെ അടുത്തായല്ലോ. ഇജ്ജ് ഇങ്ങോട്ട് പോരെ ഉച്ചക്കൊക്കെ. ഇനി അവിടെ ഒന്നും വെക്കാനൊന്നും നിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം ചോറൊക്കെ. ഇതൊന്നും കൊണ്ടൊന്നും വേണ്ട, നമുക്ക് ആ കുഞ്ഞിപ്പാക്കാന്റെ കടയിൽ ഒരു ഇറച്ചി എന്തേലും വാങ്ങാം. ഇജ്ജ് ഇങ്ങോട്ട് പോരെ. ഓളെ മാപ്പിള വരുന്നുണ്ടെന്ന് പറഞ്ഞീന്ന്. ഓൻ ചോറുന്നേരാകുമ്പോത്തിനെ വരുള്ളൂ തോന്നുന്നുണ്ട്. എന്താപ്പോ ഓൻ വെച്ചിട്ട് എന്താ അണക്ക് വന്നാല്? ഇജ്ജ് എന്റെ അഞ്ചത്തിനല്ലേ കാണുന്നത്, വേറെ ആരാ? കൊറേ ആയില്ല നിങ്ങൾ തമ്മിലൊക്കെ ഒന്ന് കൂടിയിട്ട്. ഓൾക്കും തന്നെ ആ ഒരു സന്തോഷേക്കാരം. ഇജ്ജ് വരുന്നേ ഞാൻ എന്തായാലും ഓളോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ ഇജ്ജ് വരുമ്പോ കണ്ടാ മതി ഓളന്നെ. കൊറേ ആയില്ലപ്പൊ. ഓൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിയാൻ നേരം ഇല്ലല്ലോ, ഓന്റെ ഓരോരോ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇജ്ജ് ഇങ്ങോട്ട് പോരെ. വണ്ടിക്ക് പൈസ ഉണ്ടോ അന്റെ അടുത്ത്? പാടത്തു കൂടെ? അന്ന് വെയിലാവുമ്പോത്തിന് ഇങ്ങോട്ട് പോരെന്നാല്. ആയിക്കോട്ടെ എന്നാല്. ഓൻ പണിക്ക് പോയിക്കണോ? എന്നാ ഓനോട് ഉച്ചക്ക് ചോറുന്നാ വരാൻ പറയ്. ഓനോട് ഇങ്ങോട്ട് പോരാൻ പറ ഉച്ചക്ക്. ഇന്ന് മറ്റോന്റെ പിന്നാലെ ഇരുന്ന് ചോറുന്നാലോ. ഓനക്ക് ആ ഒരു സന്തോഷേക്കാരം. ഇജ്ജ് ഇങ്ങോട്ട് പോരെ. ഇനി ഓൻ അപ്പോത്തിനെ വരുന്നേച്ച് വന്നോട്ടെ, ഇജ്ജ് നേരത്തെ ഇങ്ങോട്ട് പോരെ. ആയിക്കോട്ടെ എന്നാല്, വേഗം പോരാൻ നോക്ക്. എന്റെ കുട്ടി ഇവിടെ എടുത്തായതുകൊണ്ട് വണ്ടിക്കും പൈസ ഇല്ലാതെ എടങ്ങേറായിരുന്നു. കുറച്ച് ദൂരൊക്കെ ആണെങ്കില് ഇപ്പൊ ഈ പാടത്തു കൂടെ അങ്ങോട്ട് കടക്കാനല്ലേ ഉള്ളു. ഞാൻ ചോറിന് വെള്ളം വെക്കട്ടെ. ഇനിയിപ്പോ കുഞ്ഞിപ്പാക്കാന്റെ പീടികന്ന് ഇറച്ചി ഇട്ട് വരാൻ പറഞ്ഞു. പിന്നെ പച്ചക്കറി ഉണ്ടല്ലോ, പയറ് വെക്കാം, പപ്പടം ഉണ്ടാക്കാം, കുമ്പളങ്ങ കറിയും വെക്കാം. മതി. ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ. എന്തൊരു ചൂടാന്ന്. ഈ വന്നാ എന്താ നേരം വൈകിയേ? ഒന്നല്ല, ഞാൻ ഇക്കാന്റെ പിന്നാലെ അങ്ങോട്ട് പോരാച്ചിട്ടേ അവിടെ നിന്നതാ. എന്നാ ഇരിക്ക എന്നാല്. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? എന്താ കൊഴപ്പൊന്നുമില്ല, അങ്ങനെ പോണ്. കൊറേ ആയല്ലോ ഇതൊക്കെ ഇങ്ങോട്ട് വന്നിട്ട്. ഒന്ന് വരാൻ പറഞ്ഞാ പോലും വരൂല. അപ്പൊ അനക്ക് തിരക്കേക്കാരം. വിളിക്കാൻ നേരം കിട്ടണ്ടമ്മ, ഓരോ തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ടൂർ ഒക്കെ ചെയ്തിരുന്നു. അതാ പിന്നെ വിളിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ ഓനെടുക്ക പോണ്? ഓല് എന്താ കമ്പനിയുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് പോവാണ്. ആരോ വിളിച്ചിട്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ആണ്ട് പോയിക്കണ്. അവിടുത്തെ ഉമ്മാന്റെ ഒക്കെ പാടെന്താ, സുഖാണപ്പൊ? ഉമ്മാക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ അവിടെ മൂത്തശ്ശിയൊക്കെ ഉണ്ട്, അതാ ഞാൻ അങ്ങോട്ട് പോന്നത്. ഇജ്ജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനും കുഞ്ഞുമോനോടും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓള് എന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ഇജ്ജിപ്പോ വന്നിട്ട് തന്നെ 2-2.5 മാസമായി. അപ്പൊ ഓൾക്കും ഉണ്ടാവില്ലേ കാണാനൊരു പൂതിച്ചിട്ട് ഞാൻ ഓളോട് ഇങ്ങോട്ട് ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിക്കണ്. എന്തിനാ നിങ്ങൾ ഓളോട് വരാൻ പറഞ്ഞിക്കണത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്തിനാ ഓളെ വിളിച്ചിരുത്തണേ നിങ്ങള്? എന്തപ്പോ ഓള് വന്നു വെച്ചിട്ട്? ഓൾക്കും ഉണ്ടാവില്ല ഇപ്പൊ എന്നെ കാണാനൊക്കെ ഒരു പൂതി. ഈ 2.5 മാസം കൊണ്ട് എന്നെ കാണാനായിട്ട് പൂതി ആവുമല്ലേ. ഓൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഞാൻ വരുന്ന ദിവസം തന്നെ നിങ്ങൾ വിളിച്ചിരുത്തും. എനിക്കെന്താ വിചാരിക്ക, ഓള് തന്നു നല്ലൊരു തുണിയും കുപ്പായം ഒന്നും ഇട്ട് വരൂല. ഓൾക്ക് മോശമാണ് നിക്കാത്. അനക്ക് 2-2.5 മാസം ഒന്നും അനക്ക് വലിയ ദിവസങ്ങളൊന്നും ആവൂല. കാരണം അനക്ക് സുഖാണല്ലോ. സുഖാവട്ടെ, സുഖാവണ്ടെന്നല്ല പറഞ്ഞത്. എന്നാലും ബാക്കിയുള്ളവരുണ്ട് എന്നുള്ളൊരു ചിന്തെങ്കിലും വേണ്ട അനക്ക്. അനക്ക് ആ പെണ്ണിനൊക്കെ ഒന്ന് വിളിച്ചാ എന്താ വരിക? അതൊന്ന് വിളിക്കും കൂടിയും ചെയ്യൂല ആ പെണ്ണിന്. എന്റെ അത്ര മുതലൊന്നും ഇല്ലായിട്ട് അനക്ക്.
എന്താ ഉച്ചക്കൊക്കെ ഉണ്ടാക്കണ്? ആ ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങ ചാറും ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ ഇനിയിപ്പോ ഇറച്ചി ഉണ്ട്, കായം തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. പിന്നെ പപ്പടും അച്ചാറും ഉണ്ട്. പിന്നെ പെരിക്ക് പയറും ഇരിക്കുന്നുണ്ട്. അന്നെ ഇക്കത് തിന്നൂല സാദാ ചോറ്. എന്തോ സാദാ ചോറ് തിന്നൂലേ? ണ്ടൊക്കെ വരുമ്പോ സാദാ ചോറാ കൊടുക്കാ, വല്ല മന്തിയോ? മന്തിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണ്ടടി. ഉമ്മാന്റെ അടുത്ത് അതൊക്കെ എവിടുന്നാ? ഇതന്നെ എങ്ങനെയൊക്കെ പൊപ്പിച്ചിക്കണെന്നുള്ള ഇക്ക അറിയുള്ളൂ. ഇനിയിപ്പൊ എന്താ കാട്ടുക? ഓൻക്കാത്ര ലേശം മന്തി വാങ്ങലേ, എന്നാല് ഒരു 100-300 ഒക്കെ കൊടുത്തിട്ട് ഓൻക്കും പിന്നെ കുഞ്ഞുമൂന്റെ മാപ്പിളക്കും കൂടി ലേശം വാങ്ങാം. ഓനും വരുന്നുണ്ടോ? ഓനും വരുന്നുണ്ട്. ഓനോട് ഞാൻ വരാൻ പറഞ്ഞിരിക്കണു. തന്നെ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ആയല്ലോ, അതിനൊന്നും ഉണ്ടാക്കി കൊടുക്കലും ഒന്നും ഇല്ല, വരലും ഇല്ല. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒന്ന് വരട്ടെ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചതാണ്. ഓൾക്ക് രണ്ടാക്കും കൂടി ലേശം മന്തി വാങ്ങലേ, ചിക്കനും പൊരിച്ചാ മതിയല്ലോ. ഒരു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞൂടായില്ലേ? എന്നാ പിന്നെ ഞാൻ വരൂലായിന്ന്. എന്ത് വർത്താന ഇജി പറയണത്? അന്റെ മാപ്പിളുടെ അടുത്തുള്ള അത്ര പൈസ ഇല്ലായിട്ട് ജോല എങ്ങനെ വേറിട്ട് കാണുന്നത്? ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞുതരാം, അന്റെ ഏടത്തിയാണെന്നുള്ള ബോധെങ്കിലും ഉണ്ടായിക്കോട്ടെ അനക്ക്. വന്ന കുറച്ച് പൈസ ഉള്ളടത്ത് കെട്ടിച്ചപ്പോ അനക്ക് അഹങ്കാരം കൂടിയിക്ക. അതൊന്നും ശരിയാവണ കാര്യമല്ല. ഇവിടെ വന്നാലും എല്ലാരും ഒരേപോലെയാണ്. ഇക്കിന്റെ 2 മക്കളും 2 മരക്കളും ഒരേപോലെ കാണാൻ പറ്റുള്ളൂ. കണക്ക് ഞാൻ വെള്ളം തേരും കൊടുത്തരാം. ഈ എന്തിനാ പോലെ ഇങ്ങോട്ട് വിളിച്ചിക്കണത്? വെറുതെ കാര്യമില്ലാതെ. അപ്പൊ അയാളും ഒപ്പം ഭക്ഷണം കഴിക്കാൻ, ഇക്കാക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടാവൂല. ശരി. ഈ എപ്പളാ വന്ന്? ഞാൻ കൊറച്ചേരായി വന്നിട്ട്. ഈ എങ്ങനെയാ വന്ന്? ഞാൻ നടന്നിട്ടാ വന്നത്. അനക്കൊന്ന് നല്ല തുണിയും കുപ്പായൊക്കെ ഒന്ന് ഇട്ടെടുത്ത് വന്നൂടെടി. എന്താണ് എന്റെ കോലം? അനക്ക് ഇത്രയും പൈസ ഇല്ലേ? ഉമ്മടെ? അമ്മ അവിടെ അടുക്കളയിലുണ്ട്. പറഞ്ഞത് പറ്റിയിട്ടില്ല. എന്താ ഓളെ കോലം? നല്ല തുണിയും കുപ്പായ എടുത്തിട്ട് വന്നൂടെ? കണ്ടാലും മതി, പട്ടി വെള്ളം കുടിച്ചോളൂ. ഇത്രയും ഒരു വൃത്തിയില്ലാത്തൊരു സാധനം. ഇവിടെ ആണെങ്കിൽ ചൂടും പോയി എടുത്തിട്ട് റൂമിൽ പോയി കുറച്ചേരം കിടക്കട്ടെ. ഉമ്മ, എന്റെ ആള് വന്നാ? ഓളെ കണ്ടീല്ലേ? ഓളെ അവിടെ ഇരിക്കണ്ട് ഡൈനിങ്. ഓളെ കണ്ടേന്. എന്തമ്മ ഓള് ഇങ്ങനെ? ഓളാകെ മാറിയിക്കണല്ലോ. ഒന്നും പറയണ്ടടി, ഓളൊക്കെ ആകെ മാറിയിക്കണ്. ഞാൻ ഓളെ ഇങ്ങനൊന്നല്ല വിചാരിച്ചിന്ന്. എന്നോടിപ്പോ എന്തേലും പൊങ്ങച്ച കാണിച്ചാ? ഓളെ കുറച്ച് ഉള്ളോടത്തേക്ക് കല്യാണം കഴിച്ച് പറഞ്ഞയച്ചാ അതപ്പൊ ഉണ്ടായത്. ഇവിടെ ആയെന്നൊന്നും ഇങ്ങനൊന്നും ഏനിയില്ലല്ലോ ഓള്. ഇപ്പൊ ഓളാകെ മാറിയിക്കണ്. ഉമ്മാന്റെ കുട്ടിയാന്നും കാര്യാക്കണ്ട. ഇജ്ജ് പോയിട്ടേ ആ മാക്സി എന്തേലും മാറ്റിക്കോ എന്റെ വേണെങ്കില്. വേണ്ടമ്മ, ഇത് മതി. ഞാൻ കഴിച്ചിരുന്നൊന്നുമില്ല. ചോറൊക്കെ വെന്താ? ആടി, ഞാൻ സാദാ ചോറും കുമ്പളങ്ങക്കാരും പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. അത് പോരെ? പിന്നെ ഓളെ മാപ്പിളക്ക് മന്തി വേണത്രേ. ഓള് പറയാ മന്തി മതി. നീ കേട്ടുങ്ങാണ്ടേച്ച് വരുവാണോ അവ പറയുന്നത്? മന്തി മതി, അതൊക്കെ തിന്നുള്ളൂ, സാദാ ചോറൊന്നും തിന്നൂല. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മള് മോമോസല്ലേ ഇത് കൊടുക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ലേശം മന്തി വാങ്ങാം. എന്റെ മാപ്പിളക്കും ഓളെ മാപ്പിളക്കും കൂടി ലേശം മന്തി വാങ്ങാം. ഈ ചിക്കനാണ് പൊരിച്ചങ്ങാണ്ട് കൊടുക്കാന്ന്. നമ്മക്ക് പിന്നെ സാദാ ചോറ് മതിയല്ലോ. നിമ്മാടെ കുട്ടിക്ക് വേണോ? വേണ്ട, മൈക്ക് സാദാ ചോറ് മതി.
ഓളെ കാര്യൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഞാൻ പിന്നെന്താ കൊറേ ആയാലൊന്ന് കണ്ടിട്ട് കാണാൻ പൂതിയായിട്ട് വിളിച്ചതാണ്. അപ്പൊ വരാന്നും പറഞ്ഞ് ഇങ്ങനൊക്കെ ഓളെ മനസ്സിൽ എന്നുള്ള ഞമ്മക്കറിയപ്പോ ഓളെ ആകെ മാറിയിരിക്കണം. പഴയ പോലൊന്നല്ല. കല്യാണം കഴിഞ്ഞിട്ട് ആകെ 5-6 മാസമായിട്ടുള്ളൂ. അപ്പൊ തന്നെ പുറത്തം വിട്ടിക്കണം. ഇപ്പൊ എന്താ കാട്ടാ നിക്കറിയില്ല. ഞാൻ എന്തായാലും വേണ്ട ഉണ്ടാക്കട്ടെ. ഞാൻ എന്തിനേലും കൂടണം അമ്മ, ഒറ്റക്ക് ഇങ്ങോട്ട് എടുക്കണ്ട. ഞാൻ എന്തേലും ചെയ്യാം. അന്ന് അമ്മയുടെ കുട്ടിയെ വേഗ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഒന്നാണ് മൂറിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. നമ്മുടെ വെച്ചാൽ ഞാൻ വരൂല. എപ്പഴാ വരിക? അല്ല മൈക്ക് വരണോ? ഓൾക്ക് അതൊരു മോശാവൂലേ? പിന്നെ ഓൻ വരാതെ ഓൻ വരണോ? ഓൻ വന്നിട്ട് രണ്ടാളും കൂടി ഇരുന്ന് തിന്നോളും. ഓളെന്താ ചറിയെന്ന് പറഞ്ഞിട്ടോ അതൊന്നും വലിയ കണ്ടിട്ട് തന്നെയല്ലേ ഓന് ഓളെ കല്യാണം കഴിച്ചതൊക്കെ. നമ്മൾ ഈ അവസ്ഥ ഈ പേരും കൂടിയൊക്കെ കണ്ടിട്ട് ഓനക്ക് പറ്റിയേക്കണ്. പിന്നെ ഓൾക്ക് പറഞ്ഞാലേ കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരം. അതൊന്നും ഇജ്ജ് കാര്യാക്കണ്ട. ഇജ്ജ് വേഗം നോക്കിട്ടാ. ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കട്ടെ. ആ അല്ല ഇജ്ജ് തുള്ളി ചായന്റെ ആളും കുടിച്ചെന്നാ. ഇത് കുടിച്ചോ? ആള് കുടിച്ചിട്ടാണ് പോയാ മതി. എന്നാ ഞാൻ ആക്കം ചെയ്തു തരാം. ഈ പെണ്ണത് റൂമിൽ നിന്ന് ഇറങ്ങണൊന്നും ഇല്ലാണാവോ. ഒന്ന് എന്തിനേലും ഒന്ന് സഹായിച്ചൂടെ? പോയി വിളിച്ചോക്കട്ടെ. പുതിയ റീലൊക്കെ ഇറങ്ങിക്കണല്ലോ. എടുക്കൊക്കെ വേണം. പാട്ട് ഇക്കാനെ കൊണ്ട് എടുപ്പിക്കണം വീഡിയോ. കുഞ്ഞോളെ ഇജ് വന്നിട്ട് ഒന്ന് അടുക്കളയ്ക്ക് വന്ന എന്തേലും ഒരു പണിയോട് എടുക്കാന്. ആ കുഞ്ഞുമാണെന്നുണ്ടെങ്കിൽ പണിയോളൊക്കെ എടുത്തിട്ട് ആകെ കൊയഞ്ഞിക്കണ്. ഈ വന്ന നേരം കൊണ്ട് എന്തെല്ലാം പണിയോട് ചെയ്തു വെച്ചിട്ടാ. ഇജ് വന്നിട്ട് ഈ അടുക്കള ആകെ കൊന്നിട്ട് അടിച്ചോരിട്ടോ ഓര് രണ്ടാളും വരുമ്പോത്തിനി. ഇക്കൊന്നും വെജമ്മ കൊറേ കൂടിയിട്ടെല്ലാം കൊണ്ടൊന്നും വന്നിക്കണത്. അവിടെ പണിയെടുത്ത് മടുത്തിട്ടാ വരുന്നത്. ഇക്കൊന്നും വെജ പണിയെടുക്കാൻ. ഓള് കുറച്ചു നേരം പണിയെടുത്തോട്ടെ. ഓള് നന്നായി എപ്പോഴും ഇങ്ങോട്ട് വരുന്ന ആളല്ലേ. ഇവിടെ എടുത്തന്നെയല്ലേ ഓളെ പേരാ. ഞാൻ അതേപോലെ എനിക്ക് എത്ര ദൂരത്തുനിന്ന് വരണം ഇങ്ങണ്ട്. എന്നെ കൂടെ വെച്ചാ പണിയെടുക്കാനൊന്നും. അതിന്റെ പേര ഇവിടെ എടുത്താണെന്ന് വിചാരിച്ചിട്ട് അത് എപ്പോഴും ഇങ്ങോട്ട് മണ്ടി പാഞ്ഞ് വരുന്നൊന്നുമില്ല. അന്നെ പോലെ തന്നെ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ. ഇജൊന്ന് വന്ന് ചെയ്തയച്ചിട്ട് അത് ഫുള്ള് പണിയെടുക്കണം എന്നുണ്ടാ. ഇങ്ങോട്ട് വായൊന്ന് ചെയ്താട്ട്. ഇക്ക വരുമ്പോ ഒരു ഫോണ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാത്തിരിക്കപ്പ ഞാന്. ഫോണും ഉണ്ട് ഉണ്ടാ? നമ്മടെ കുട്ടിയെ ഇമ്മ ഒരു കാര്യം പറഞ്ഞത് കേക്ക്. ഓള് എടുത്താണെന്നുണ്ടെങ്കിൽ ഫോണൊന്നുമില്ല. ഒരു സ്വിച്ച് ഫോണായിട്ട് നടക്കണം. അതാണെങ്കിൽ വിളിച്ചാലും കിട്ടൂല, വിളിച്ചാലും കേക്കൊന്നുമില്ല. എന്റെ ആ പഴയ ഫോൺ ഓൾക്കാണ് കൊടുത്താളാ. അന്റെ അടുത്തല്ലോ ഒന്നല്ലെങ്കില്. എന്ത് വർത്താനം ഉമ്മ നിങ്ങൾ ഈ പറയണേ? ഇക്ക് കല്യാണം കഴിഞ്ഞ് ഇക്ക് വാങ്ങി തന്ന ഫോണല്ല അത്. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവോ? ഇക്ക് എന്നെ ചീത്ത അറിയും. ഇക്കാക്കല്ലെങ്കിൽ എന്താ തോന്നുക? അതൊന്നും ശരിയാവൂല. ഞാൻ കൊടുക്കൂല എന്റെ ഫോൺ. ഓനക്ക് അതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇജ്ജ് ഓനോട് ചോദിച്ചിട്ട് കൊടുത്താ മതി. ചോദിക്കാതെ കൊടുക്കൊന്നും വേണ്ട. എന്നാല അന്റെ അടുത്ത് ഉള്ളതല്ലേ. ഇനിയിപ്പൊ അനക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയാല് ഈ ഫോണ് വെറുതെ ഇരിക്കല്ലേ. ചാണ് കൊടുത്താളെ. എപ്പോഴെങ്കിലും അതിനൊന്ന് വിളിച്ചാനും വരാനൊക്കെ ഉള്ളതല്ലേ. അതവിടെ വെറുതെ ഇരുന്നോട്ടെ. എന്നാലും ഞാൻ കൊടുക്കൊന്നുമില്ല. മറ്റേത് പറഞ്ഞാൽ റീൽസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഈ ഫോണ് പറഞ്ഞാലേക്ക് കോളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാച്ചിട്ടാ ഞാൻ കൊടുക്കൊന്നുമില്ല. ദോക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വാങ്ങിക്കോട്ടെ. നമുക്ക് അല്ലേത് ഇപ്പൊ എങ്ങനെ കൊടുക്കാൻ നിക്ക. പോയി പണിയൊക്കെ ഇട്ടോളൂ. അവിടെ ആരും വേണ്ടൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ കല്യാണം കേൾക്കാൻ. ഇതെന്തിനാ ഇങ്ങനൊക്കെ പറയണത്? അന്നെ പോലെ തന്നെയാണ് ഓളി നിക്കും. ഇജ് അത് മനസ്സിലാക്ക്. അന്നെ കുറച്ച് പൈസ ഉള്ളടത്തേക്ക് കെട്ടിച്ചെന്ന് വെച്ചിട്ട് അഹങ്കാരം കാണിക്കരുത് കേട്ടോ. പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ഇല്ലാതാവും. പടച്ചോൻ റബ്ബിന്റെ മക്കളെ ഒന്നും ഇല്ലാതാക്കല്ലേ. ഞാൻ അത് ആക്കാൻ വേണ്ടിട്ട് പറയല്ല. എന്നാലും അന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റാണ് അനക്ക് നല്ലത്. അത് നല്ലതിനുള്ളതല്ല. ആ പാവത്തിന് എങ്ങനെ അനക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഞാൻ കല്യാണം കേൾപ്പിച്ച് പറഞ്ഞയച്ച തന്നെയാണ്. അല്ലാതെ ഓളൊന്ന് പ്രേമിച്ചിട്ട് ഒളിച്ചോടെ ഒന്നും ചെയ്തതല്ല. അവൾക്ക് ഇത്രക്ക് ദയ ഇല്ലാതായോ? നിങ്ങൾക്ക് നിങ്ങളെ മകളൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ.
ഇന്റെ മാപ്പിള വരുമ്പോ ഓളെ മാപ്പിള ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിക്കണ് ഇക്ക് ഇന്റെ 2 മരക്കളും ഒരേപോലെയാണ്. രണ്ടാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോട്ടെ. ഓൻ അന്നെ ഈ പെരന്റെ ഉള്ളിൽ തന്നെ അല്ല എന്നെ കെട്ടിക്കൊണ്ടുപോയത്, അല്ലാതെ വൈക്കന്ന് കണ്ടിട്ട് കെട്ടിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ഈ പെരയും കൂടി ഇന്റെ അവസ്ഥയും ഇവിടുത്തെ സാഹചര്യം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അന്നോ കല്യാണം കഴിച്ചിരിക്കണത്. പിന്നെ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഓർക്ക് കുറച്ച് പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരം എന്തായാലും ഓൻക്കില്ല. അണക്കാണ് അഹങ്കാരം. ആ ഒരു മാറ്റി വെച്ചാളജി. ഞാൻ കൊടുക്കൂല. എന്നോട് ഓളെ കാര്യം തന്നെ നിങ്ങൾ പറയണ്ട. ഉമ്മ, ഞാൻ പോവാട്ടാ. ഇക്ക വിളിക്കുന്നുണ്ട്, എന്നോട് ചെല്ലാൻ പറഞ്ഞിക്കണു. ഇക്ക വരുന്നില്ല അത്ര. അതിപ്പോ ഓൻ അങ്ങനെ പറയണത് വരുന്നില്ലാന്ന്. ഇനിയിപ്പൊ ഉമ്മയുടെ കുട്ടി അവിടെ ചെന്നിട്ട് വെച്ചുണ്ടാക്കൊക്കെ വേണ്ടേ? നീ ചോറ് തിന്നിട്ട് പോയിക്കോ. ലേശം ചോറ് ഓനക്ക് കൊണ്ടുപോകും ചെയ്താളാ. ഇല്ല, എന്നോട് ചെല്ലാൻ പറഞ്ഞിക്കണു. ഞാൻ പോട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കിക്കോളാ. ഇക്ക് വേണ്ടമ്മ. ഓളോട് പറഞ്ഞാളിട്ടാ. ഇജ് പറഞ്ഞൊക്കെ പോള് കേട്ടില്ലേ? ഇത് എന്താ ഇങ്ങനെ അറിയാനിട്ട് ചോദിക്കാണ്. എന്നോടൊക്കെ ഇത് പറിച്ചോൻ ചോദിക്കും, കണ്ടോളം ഉണ്ട് ജി. ഇങ്ങനൊന്നും ആ കുട്ടി ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് വെച്ചുണ്ടാക്കിട്ട് വേണ്ടേ തിന്നാന്. രണ്ടു തിന്നാനും കുടിച്ച് സമ്മതിച്ചില്ലല്ലോ. അന്റെ ഈ നാവ് കാരണം. എന്നോടൊന്നും ഒന്നും പറയാതിരിക്കാൻ നല്ലത്. ഇമ്മ എന്താ ഇങ്ങനെ ഒക്കെ ഓൾക്കുന്നുള്ള ചിന്ത മാത്രോ. എന്തായാലും എന്റെ മുതലൊന്നും ഞാൻ ഓൾക്ക് കൊടുക്കൂല. എനിക്ക് ഇഷ്ടമല്ല അതിനെ കൊടുക്കണത്. ആരത് ണല്ലോ. ഹലോ, നിങ്ങളെവിടെ? എന്തെങ്കിലും വരാത്ത്? പണ്ടോ? എന്തിനാ? കേസോ? ഞാൻ തരൂല എന്റെ പണ്ടൊന്നും. നിങ്ങള് വേറെ എന്തേലും ആ വഴി കാട്ടിക്കാളി. എന്ത് കാട്ടിയാലും വേണ്ടിയില്ല. എന്നോട് പറയൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരണുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നോക്കി. നിങ്ങള് കൊറേ നേരമായില്ല കാത്തിരിക്കൽ തുടങ്ങിട്ട്. എന്താണ്? ആരെ വിളിക്കണ്? ഇങ്ങനെ ബേജാറായിങ്ങാണ്ട് സംസാരിക്കണ്? അതിക്ക വിളിച്ചതേനി. ഇക്കാക്ക് എന്തോ പൈസക്ക് ആവശ്യമുണ്ട്. കമ്പനിയുടെ എന്തോ ഒരു പ്രശ്നാത്രേ. ഇല്ല, പൈസ കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ കേസൊക്കെ ആവുന്ന പറയണത്. എന്റെ പണ്ടാ ചോദിക്കണതേ. അത് ഞാൻ കൊടുക്കൂല. ആ പണ്ടൊക്കെ ഓൻ ഉണ്ടാക്കി തന്നേന്നല്ലേ. അത് കൊടുത്താളാ. അവനാന്റെ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ. ഇത് എന്തിനെങ്ങനെ വാശി പിടിക്കണത്? മുതല് വേണമെന്ന് പറഞ്ഞിട്ട്. ആ ചെക്കൻ ജയിലിൽ പോണ കേസാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇജ്ജ് ഇങ്ങനെ പിടിച്ചു വെക്കണത്? അവനക്ക് എല്ലാരേക്കായും വലുത് മുതലാണെന്റെ കുഞ്ഞോളെ. അത് ഞാൻ കൊടുക്കൂല. എക്ക് പണ്ടല്ലാതൊന്നും പറ്റൂല. എന്താച്ച കാട്ടിക്കോട്ടെ. ഇനിയിപ്പൊ ഉമ്മ പറഞ്ഞിട്ടാണ് പ്രാഗീറ്റാണ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ സ്വഭാവത്തിന് എനിക്ക് പറിച്ചോൻ തന്നതാണിത്. ഏതൊരാളും അഹങ്കരിക്കണേന്റെ മുന്നൊന്ന് ആലോചിക്കണം. ഇക്കും ഈ അവസ്ഥ വന്നാ എന്താ കാട്ടുകന്നുള്ളത്. ആ പെണ്ണ് ഇവിടുന്ന് കണ്ണീരോടെ ഇറങ്ങി പോയത്. ആ പെണ്ണിന് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഇജ്ജ് ആലോചിച്ചിക്കണ. ഇപ്പൊ അന്നേക്കായും വിഷമത്തിലാണ് അത് ഇറങ്ങി പോയിക്കണത്. ഇജ്ജ പണ്ട് മോൻ ചോദിച്ചിക്കണെങ്കിൽ ഞാൻ കൊടുത്താളാ. നിങ്ങക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മുടെ കുട്ടി അത് മനസ്സിലാക്ക്. മുതലില്ലാന്ന് വിചാരിച്ചിട്ട് ഓനാണ്ട് തള്ളി പറയില്ല ചെയ്യാ. അവർക്ക് മുതലാ വേണ്ടത്. ഇത്രയും കാലം ഓന് അന്നൊന്നും അറിയിക്കാതെ തന്നെ നോക്കിയില്ലേ. അതിന് വലിയ കിട്ടലല്ലേ. ഉമ്മാടെ കുട്ടിയാണ്ട് കൊടുത്താളാ പണ്ടൊക്കെ. എന്നിട്ട് ഓൻ നല്ല വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അനക്കൊക്കെ എടുത്ത് തന്നോളും.
ഇജ്ജ് ഒരാളിങ്ങനെ തള്ളി പറയാനും അതുപോലെ എന്റെ കൂടെ പറപ്പല്ലടി ഓള് കാരണമാണ് അനക്കൊരു ജീവിതം കിട്ടിയിരിക്കണെന്നെങ്കിൽ അനക്ക് വിചാരിച്ചൂടെ. ഓള് പണിയെടുത്തിട്ടാണ് അന്നെ കെട്ടിക്കാൻ 5-6 പവന്റെ പണ്ടൊക്കെ തന്നത്. അത് ഉമ്മാടെ കുട്ടി മറന്നാ? ഒന്നുമില്ലാതെ ഒന്നല്ലല്ലോ ഇജ്ജ് ഇറങ്ങി പോയിക്കണത്. അത്രയും അധ്വാനിച്ചിട്ടാണ് അത് അന്നെ കെട്ടിച്ച് പറഞ്ഞയച്ചിക്കണത്. അവന്റെ ഒപ്പ ഉണ്ടായിട്ടില്ല നമുക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ഒപ്പ എന്നോ ഏതോ കാലത്ത് അവന്റെ ഒപ്പ ഞമ്മളിട്ട് എറിഞ്ഞ് പോയതാണ്. എന്നിട്ട് അതൊരു വിഷമം അറിയാതെ എന്റെ മൂത്ത കുട്ടിയാന്നുള്ള ലെവലില് എത്ര പണി വേറിയിക്കണ, ആരാന്റെ പെരയെ പോയിട്ടും ആരാന്റെ കടയിൽ പോയിട്ടും ഒക്കെ. അത് ഇജ്ജ് ആലോചിക്കണ്ടാ? ഇജ്ജ് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടി ഉണ്ടായിരുന്നില്ല. അതിന് പടച്ചോൻ തന്നതാണ് അനക്കെന്ന് വിചാരിച്ചാ മതി. എങ്കിലും ഉമ്മാടെ കുട്ടി നല്ലപോലെ ജീവിക്കാൻ നോക്ക്. പണ്ടൊന്നല്ല വലുത്. ഇജ്ജ് എങ്ങനെയാ പണ്ടാണ്ട് ഊരി കൊടുത്താളാ, എന്നിട്ട് അവന്റെ കടങ്ങൾ വീട്ടിക്കോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പോലീസായി കേസായി ആ ഒന്നും അതിനൊന്നും നിക്കണ്ട. എന്നിട്ട് അവൻ വരൂലേ ഇഞ്ഞും കണ്ട്? ചോറുന്നാ വരും. ചോറിന്ന് പോകുമ്പോ പണ്ടാണ്ട് ഊരി കൊടുത്താളാ. ഇനിയിപ്പൊ എന്തായാലും ഇജ്ജ് സമാധാനത്തോടെ ഇരിക്കേ. വാണ്ടിനില്ല വിളിച്ചു പറഞ്ഞു. ഹലോ, ഇങ്ങോട്ട് വരി, വന്നിട്ട് പണ്ട പോയിട്ട് പൊയ്ക്കോളി. ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ദേഷ്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഒരാവശ്യത്തിനല്ല, സാരില്ല. എന്നാ ശരി.